ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നുണ്ടോ? വിഭവ സമൃദ്ധമായ തീന്മേശയുടെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചിക്കനും മട്ടനും നമ്മൾ വാതോരാതെ വലിച്ചു കയറ്റുമ്പോ നരകത്തിൽ കിടക്കുന്ന റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നാളെ റബ്ബിന്റെ കോടതിയിൽ അവന് കൊടുക്കുന്ന ഭക്ഷണമേതാ? നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് അവനിക്ക് അല്ലാഹു കൊടുക്കുന്ന ഭക്ഷണമേതാണ്? ഇന്ന സജറത്തുൽ സഖൂം തആമുൻ നസീം. സഖൂം എന്ന് പറയുന്ന വൃക്ഷമാണ്. എന്താണ് സഖൂം എന്ന് പറഞ്ഞാൽ? ഇന്നഹാ സജറത്തുൽ, അത് മരമാണ്. തഖ്റുജു ഫീ അസ്ലിൽ ജഹീം. എങ്ങനെയുള്ള മരമാണ്? നരകത്തിന്റെ അടിയിൽ നിന്ന് മുളച്ചു പൊങ്ങുന്ന 70,000 വർഷങ്ങൾക്ക് മുമ്പിട്ട കല്ലില്ലേ, ആ കല്ല് വീണത് 70,000 വർഷം കഴിഞ്ഞിട്ടാണ്. അതിന്റെ അടിയിൽ നിന്ന് മുളച്ചു പൊങ്ങുന്ന മരമാണ് സഖൂം. ഈ സഖൂമിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. വളരെ ഭീകരമായ രൂപത്തിലുള്ള മരമാണ് സഖൂം. ഇത് ഒരു തരം മുള്ളുകൾ നിറഞ്ഞ മരമാണ് കേട്ടോ സഖൂം. ഈ സഖൂമാണ് അവനിക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം. നമ്മൾ ചിന്തിക്കണ്ട, സഖൂം എന്ന് പറയുമ്പോ ആ മരത്തിൽ പിടിക്കുന്ന കായയാണ്, പഴമാണ്, ആപ്പിള് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോലെ രസത്തോടുകൂടെ രുചിച്ചു തിന്നാൻ പറ്റുന്ന പഴമാണെന്ന് ചിന്തിക്കണ്ട മോനെ. അല്ലാഹു പറയുന്നു, അല്ലടാ, നീ തിന്നേണ്ടത് ആ മരം തന്നെ കടിച്ചു തിന്നണം കേട്ടോ. ആ മരം തന്നെ നീ സഖൂം മരം, മുള്ളുള്ള മരം അങ്ങ് കടിച്ചു തിന്നണം. അവന് പറയുന്നു, റബ്ബേ, ഈ സഖൂം എങ്ങനെയാ ഞാൻ തിന്നുക? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് സഖൂമിന്റെ രുചി എന്താണ്. സഖൂമിന്റെ രുചി കയ്പാണ് കേട്ടോ. സഖൂമിന്റെ വാസന ഏതാണ്? സഖൂം മരത്തിന്റെ ഒരു കഷണമെങ്ങാനും ദുനിയാവിലേക്ക് വീണു പോയാൽ ദുനിയാവ് നാറ്റം കൊണ്ട് അടുക്കാൻ പറ്റൂല. വളരെ വാസനയുള്ള നാറ്റമുള്ള മരമാണ് സഖൂം. ഈ സഖൂം മരം അവനോട് തിന്നാൻ പറയുമ്പോ അവന് വായലേക്ക് അങ്ങ് കടിച്ചിട്ട് പറയുന്നു, റബ്ബേ, ഇത് മുള്ളുകൾ നിറഞ്ഞ മരമാണ് റബ്ബേ. എന്റെ വായലേക്ക് ഇത് കടിച്ചിട്ട് എന്റെ വായകൾ പൊട്ടിപ്പോയി റബ്ബേ. എന്റെ പല്ല് മുറിഞ്ഞു പോയി റബ്ബേ. എന്റെ നാവ് മുറിഞ്ഞു പോയി അല്ലാ. എന്റെ ചുണ്ട് മുറിഞ്ഞിട്ട് രക്തമൊലിക്കുന്നു റബ്ബേ. എങ്ങനെയാണ് ഈ സഖൂം ഞാൻ തിന്നുന്നത്? റബ്ബ് പറയുന്നു, മോനെ, ഒഴിഞ്ഞു മാറാൻ പറ്റൂലടാ. നിനക്കുള്ള ഭക്ഷണമാണിത്, നീ കഴിച്ചേ പറ്റൂ. അതാ റബ്ബ് അവിടെ നിന്ന് സഖൂം അവിടെ നിന്ന് കഴിക്കാൻ പറയുമ്പോ അവന് മടിയോടുകൂടെ കുറച്ച് കഴിച്ചിട്ട് പറയുന്നു, മതി റബ്ബേ, ഇനി എനിക്ക് കഴിക്കാൻ പറ്റൂല. ഇല്ല കേട്ടോ ചെറുപ്പക്കാരാ, ഹറാമായ ചിത്രങ്ങൾ കാണുമ്പോ, പള്ളിയിലേക്ക് നിസ്കരിക്കാതെ നീ സിനിമ കാണുമ്പോ, ഒരു വേള എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരാ ഓർത്തോ, നീ സഖൂം മരം തിന്നാതെ നീ മാറ്റി നിർത്തുമ്പോ അല്ലാഹു പറയുന്നു, മോനെ, നിനക്ക് തിന്നാതിരിക്കാൻ പറ്റൂല. എത്രയാ നീ സഖൂം തിന്നേണ്ടത്? എത്രയാണ് നീ സഖൂം തിന്നേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫമാലിഊന മിൻഹൽ ബുതൂൻ. അവന്റെ വയറ് നിറയുന്നത് വരെ, അവന്റെ വയറ് നിറയുന്നത് വരെ സഖൂം തിന്നണോ? ഈ സഖൂം തിന്നുകൊണ്ട് അവന് പൊട്ടിക്കരയുമ്പോ സഖൂം അങ്ങ് കടിച്ചങ്ങ് ഈ മുള്ളുള്ള മരം അങ്ങ് കടിച്ചവന് തിന്നുകയാ. തിന്നു കഴിഞ്ഞാലോ, ഈ സഖൂം അവന്റെ വയറിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ മുമ്പിലിരിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ ഒന്ന് വളരെ ഗൗരവത്തോടുകൂടെ വിലയിരുത്തുക. ഈ സഖൂം നിന്റെ വയറിലേക്ക് അങ്ങ് കടന്നു പോയാൽ, ഈ സഖൂം നിന്റെ കുടലിന്റെ അകത്തേക്ക് കടന്നു പോയാൽ, ഈ സഖൂം അങ്ങ് തളക്കുകയാണ്. ഈ സഖൂം ഇങ്ങനെ തളക്കുകയാ. എങ്ങനെയാ തളക്കുന്നത്? കൽമുഹ്ലി യഗ്ലീ ഫിൽ ബുതൂൻ. അവന്റെ പള്ളയിൽ കിടന്നുകൊണ്ട്, അവന്റെ വയറിൽ കിടന്നുകൊണ്ട് സഖൂം എന്ന് പറയുന്ന മരം ടാറ് തിളക്കുന്നത് പോലെ തിളക്കുമെന്നാണ്. എന്താണ് ടാറ്? നിങ്ങൾ കണ്ടിട്ടില്ലേ? റോഡ് പണിയെടുക്കുന്ന ആളുകൾ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡാമർ ചൂടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഈ ഡാമറിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ആ തിളക്കുന്ന ഡാമറിലേക്ക് ഒരു വിരല് മുക്കാൽ, ആ ഒരു തുള്ളി ഡാമർ എടുത്ത് നിന്റെ നാവിലേക്ക് വെക്കാൻ ധൈര്യമുണ്ടോ? ഈ ഡാമർ തിളക്കുന്നത് പോലെ, ആ
അവന്റെ പള്ളയിൽ കടന്നുകൊണ്ട് കുടലുകൾക്കിടയിൽ സഖൂം എന്ന് പറയുന്ന മരമങ്ങ് തളച്ച് മറിയുകയാ. അവന്റെ കുടലിങ്ങനെ തിളച്ചു മറിയുമ്പോ അവന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ, എന്തൊരു ഭക്ഷണമാണ് റബ്ബേ ഇത്. എന്റെ വയറിൽ സഖൂം മരം ഇങ്ങനെ ടാറ് തിളക്കുന്നത് പോലെ എന്റെ കുടലുകൾ ഇങ്ങനെ ഉരുകുന്നു റബ്ബേ. എന്റെ കുടലിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുകയാ റബ്ബേ. എനിക്ക് കുടിക്കാൻ വെള്ളം വേണം റബ്ബേ. എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ അല്ലാ. എന്റെ വയറ് പൊള്ളുകയാണ് റബ്ബേ. എന്റെ വയറ് തിളക്കുന്നു റബ്ബേ. എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ അല്ലാ. അവനവിടെ നിന്ന് പടച്ച തമ്പുരാനോട് വെള്ളത്തിന് ചോദിക്കുകയാണ്. കുടിക്കാനുടൻ വെള്ളത്തിനും തേങ്ങുന്നതാ മാഉൽ ഹമീമ, ചൂടിനാൽ പതക്കുന്നതാ. പതക്കുന്ന ചീഞ്ചല മാണതിൽ ലഭിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെ വെച്ചുകൊണ്ട് ഈ സഖൂം തിന്നിട്ട് അവന്റെ കുടലിങ്ങനെ തിളക്കുകയാണ്, പതക്കുകയാണ്. കുടലിങ്ങനെ തിളച്ച് മറിയുമ്പോ ടാർ ഉരുകുന്നത് പോലെ അവന്റെ കുടലിങ്ങനെ ഉരുകുമ്പോ അവന് റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ, എന്റെ തൊണ്ടയിൽ സഖൂം കെട്ടിയിരിക്കുന്നു റബ്ബേ. എന്റെ തൊണ്ടയിൽ മുള്ളുകളിഞ്ഞിരിക്കുകയാ റബ്ബേ. എനിക്ക് കുറച്ച് വെള്ളം തരുമോ അല്ലാ. എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ റബ്ബേ. കുടിക്കാനുടൻ വെള്ളത്തിനും തേങ്ങുന്നതാ മാഉൽ ഹമീമ, ചൂടിനാൽ പതക്കുന്നതാ. അവന് ഖേദിച്ചുകൊണ്ട് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് വെള്ളത്തിന് ചോദിക്കുമ്പോ അല്ല കൊടുക്കുന്ന വെള്ളമേതാണ്. പടച്ച റബ്ബ് അവന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമേതാണ്. എന്റെ മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങളൊന്ന് ശ്രദ്ധയോടെ കേട്ടോ. എന്റെ മുമ്പിലിരിക്കുന്ന ഉമ്മമാരൊന്ന് ഗൗരവത്തോടെ കേട്ടോ. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു കൊടുക്കുന്ന വെള്ളമേതാണ് മാഉൽ ഹമീം. പൊന്ന് ചെറുപ്പക്കാരാ, എന്താണടാ മാഉൽ ഹമീമ? എന്താണ് മോനെ മാഉൽ ഹമീം എന്നറിയുമോ? സ്വതയ്ക്കുന്ന ചീഞ്ചല മാണതിൽ ലഭിക്കുന്നത്. എന്താ ചെറുപ്പക്കാരാ മാഉൽ ഹമീമ? എന്താ പ്രിയപ്പെട്ട സഹോദരിമാരെ മാഉൽ ഹമീമ? നരകക്കാര് നരകത്തിന്റെ തീയിൽ കടന്നുകൊണ്ട് ചൂടുകൊണ്ട് അവരുടെ ശരീരം അങ്ങ് ഉരുകിയിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചീഞ്ചലമാണ് മാഉൽ ഹമീം. നരകക്കാരുടെ ശരീരത്തിൽ നിന്നൊലിക്കുന്ന ചീഞ്ചലമാണ് മാഉൽ ഹമീം. ഈ മാഉൽ ഹമീം അവന്റെ മുമ്പിൽ കൊടുത്തുകൊണ്ട് റബ്ബ് പറയുന്നു, കുടിക്കടാ, നീ മാഉൽ ഹമീം കുടിക്കടാ. ആ സമയത്ത് അവന് മൂക്കോടടുപ്പിച്ചിട്ട് പറയുന്നു, റബ്ബേ, എന്തൊരു വെള്ളമാണ് റബ്ബേ ഇത് നാറ്റം കൊണ്ട് അടുപ്പിക്കാൻ പറ്റുന്നില്ല റബ്ബേ. ഇതെന്തൊരു വെള്ളമാണ് റബ്ബേ. എന്താണ് മോനെ മാഉൽ ഹമീം? ഇത് കുടിക്കാൻ പറ്റുമോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, ഇത് കുടിക്കാൻ വേണ്ടി അവന് മുഖത്തോടടുപ്പിച്ചാലോ? സുബ്ഹാനല്ലാഹ്, എന്താ അതിന്റെ അവസ്ഥയെന്നറിയോ? കുടിക്കാൻ അടുത്താൽ തൽക്ഷണം ഉരുകുന്നതാ, മുഖത്തുള്ള മാംസം മുഴുവനും നീങ്ങുന്നതാ. ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ഓ ചെറുപ്പക്കാരാ, ഈ മാഉൽ ഹമീം അവന് കുടിക്കാൻ വേണ്ടി മുഖത്തോടടുപ്പിച്ചാല് അവന്റെ ശരീരം അങ്ങ് തിളക്കുന്ന മാഉൽ ഹമീം മുഖത്തോടടുപ്പിക്കുമ്പോ അവന്റെ മുഖത്തുള്ള മാംസം അങ്ങ് ഉരുകിയിട്ട് അവന്റെ മുഖം അങ്ങ് ഉരുകി അങ്ങ് ഒലിക്കാൻ തുടങ്ങി. അവന്റെ തലമുടിയങ്ങ് കരിഞ്ഞിട്ട് തലച്ചോറങ്ങ് തിളച്ചങ്ങ് പൊട്ടാൻ തുടങ്ങി. ഈ തിളക്കുന്ന ചീഞ്ചലമങ്ങ് അവന് കുടിക്കാൻ പറയുമ്പോ അവന് പറയുന്നു, റബ്ബേ, എനിക്ക് വേണ്ട റബ്ബേ, എനിക്ക് കുടിക്കാൻ പറ്റൂല അല്ലാ. ഇത് എന്തൊരു നാറ്റമാണ് റബ്ബേ. വല്ലാത്ത വാസനയുണ്ട് റബ്ബേ, ഇതിന് വല്ലാത്ത നാറ്റമുണ്ട് റബ്ബേ എന്ന് പറയുമ്പോ പടച്ച റബ്ബ് പറയുകയാ, എടാ, നിനക്ക് മദ്യം കടിക്കുമ്പോ നാറിയിട്ടില്ലയോ? നിനക്ക് പാൻപരാഗും അതും നിന്റെ വായലേക്ക് തിരികെ വെക്കുമ്പോ അത് നീ ചവച്ചു തുപ്പുമ്പോ നിനക്ക് നാറ്റം അടിച്ചിട്ടില്ലടാ. നിന്റെ മൂക്കിലേക്ക് നാറ്റം വന്നിട്ടില്ലയോ? നിനക്കിത് കഴിക്കാനെന്തേ കഴിയുന്നില്ല? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
ഈ സദസ്സിൽ വെച്ചുകൊണ്ടൊന്ന് തീരുമാനിക്കണം എന്റെ പൊന്നുമോനെ. ഈ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ചെറുപ്പക്കാരെന്ന് തീരുമാനിക്കണം. ഈ വയലിന്റെ സദസ്സൊന്ന് സഫലീകരണമാകണമെങ്കിലോ നാളെ റബ്ബിന്റെ കോടതിയിൽ സക്കൂമ് തിന്നണോ? നരകത്തിൽ നിനക്ക് മാഉൽ ഹമീമ്, നരകക്കാരുടെ ശരീരത്തിൽ നിന്നൊലിക്കുന്ന ചീച്ചലം കുടിക്കണോ ചെറുപ്പക്കാരാ? അല്ല എങ്കിൽ നീ വെക്കുന്ന മധു നീ ഒഴിവാക്കിക്കോ. നിന്റെ വായിലേക്ക് നീ തിരികെ വെക്കുന്ന പാൻ പരാഗ്, പാൻ മസാലകള്, നിന്റെ ലഹരി പദാർത്ഥങ്ങള് ഒഴിവാക്കണേ. അത് ഒഴിച്ചുകൊണ്ട് നീ ജീവിതം നശിപ്പിച്ചു പോകല്ലേ ചെറുപ്പക്കാരാ.